ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമ തുടങ്ങുമ്പോഴത്തേക്കും ഹീറോയിനെ കാണിക്കുന്നു. ഹീറോ ആകട്ടെ സാധാരണ ഒരു മനുഷ്യനൊന്നുമല്ല, മറിച്ച് ഒരു AI ജനറേറ്റർ ആയിട്ടുള്ള ഐഡോൾ ആണ്. അതായത് ഒരു എന്റർടൈൻമെന്റ് കമ്പനി ഒരുപാട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഐഡോൾസിനെയൊക്കെ നിർമ്മിക്കുകയാണ്. അതിനുശേഷമാകട്ടെ അവർക്ക് ഹ്യൂമൻസിന്റെ രീതിക്കുള്ള ഇമോഷൻസും നൽകുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് ഡിപ്രഷനൊക്കെ വന്ന് അവർ ആത്മഹത്യ ചെയ്തു എന്ന രീതിക്കായിരുന്നു ഓരോ ഐഡോൾസിനെയും കമ്പനി തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നതും. സോ നമ്മുടെ ഹീറോയും ഇതുപോലൊരു ഐഡോളാണ്. സോ അവരും ഇപ്പോൾ വെള്ളത്തിലൊക്കെ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് അവനും പഴയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഐഡളും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നു. ഹീറോയിന്റെ പേരാണ് ജീനാൻ. സോ ഹീറോയിനും നേരെ അവളുടെ കമ്പനിയിലേക്കും പോവുകയാണ്. ന്യൂസിലാകട്ടെ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവന്റെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഹീറോയുടെ പേരാണ് ഹൂലി. ശരിക്കും പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനായിട്ടുണ്ടായിരുന്ന ജീനാന് ഒരു ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആർട്ടിക്കിളിലാകട്ടെ ബേയ്ക്ക് ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അതേ ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് ഹൂലി നിരസിക്കുന്നു എന്ന രീതിക്കായിരുന്നു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ അതിലെല്ലാം തന്നെ ഹൂലിനെ ബ്ലെയിം ചെയ്യുന്ന രീതിക്കായിരുന്നു അവൾ എഴുതിയതും. ഒരു പക്ഷേ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന ഹൂലിക്ക് വിഷമമായിട്ടായിരിക്കാം അവനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അവളുടെ സിഒയും പറയുന്നത്. ഇപ്പോൾ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനായിട്ട് സിഒ നോക്കുമ്പോഴത്തേക്കും താനും എങ്ങനെയെങ്കിലും പ്രശ്നമൊക്കെ സോൾവ് ആക്കിക്കോളാമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ മരിച്ചുപോയ ഹൂലിനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവൾക്ക് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനെന്നല്ല ഒരു കമ്പനിയും നിന്നെ ഇനി ജോലിക്കൊന്നും എടുക്കുവാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് സിഒയും അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിടുന്നു. ഹൂലിയുടെ ഫാൻസ് എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ജീനാനും അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നു. ഹൂലിക്ക് ഏറ്റവും വിഷമമായത് റിപ്പോർട്ടർ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളെ എത്രയും വേഗം കണ്ടെത്തണമെന്ന രീതിക്കായിരുന്നു ഫാൻസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹൂലി അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന കൂട്ടത്തിലാണോ എന്ന് ജീനാനും ഓർക്കുന്നു. ഈ ഒരു സമയത്ത് ഹൂലിയുടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുകയാണ്. ഹൂലിയും ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് നിരസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സ് അവനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നിലവിൽ ഹൂലി അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവന്റെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബെയ് എന്ന പേരുള്ള മറ്റൊരു ആക്ടറൊക്കെ ഉണ്ട്. ആ ഒരു ആക്ടർക്ക് അത് കിട്ടുവാനായിട്ടാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ആ ആക്ടർ അവനേക്കാളും നല്ലൊരു ആക്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കമ്പനി ഇപ്പോൾ ഹൂലിനെ വേണ്ടെന്ന് വെക്കുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ അവന് നേർക്കായിട്ട് വരുന്നു. അവനും അതിനൊന്നും തന്നെ മറുപടി പറയാതെയൊക്കെ നടന്നു പോകുന്നു. ഈ ഒരു സമയത്ത് ഹൂലിയുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ എടുക്കുവാനായിട്ടായിരുന്നു ശരിക്കും ജീനാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ വഴിയിൽ വെച്ചിട്ട് ഹൂലിയുമായിട്ട് കൂട്ടിമുട്ടുന്ന അവളും എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റെക്കോർഡർ ഓണാക്കിയിട്ട് അവന്റെ പിന്നാലെ നടക്കുന്നു. മാനേജറും എന്തുകൊണ്ടാണ് അവാർഡ് വേണ്ടെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹുലിയോട് ചോദിക്കുന്ന സമയത്ത് ബെയ്യും എന്റെ അതേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ എനിക്കും അവനും ഒരേപോലെ ബെസ്റ്റ് ആക്ടർ അവാർഡൊന്നും കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവന്റെ കൂടെ ഒരേ സ്റ്റേജിലൊക്കെ നിൽക്കുക എന്നത് ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. എനിക്ക് എന്തായാലും അവന്റെ കൂടെ ഒന്നിച്ചൊരു അവാർഡൊന്നും വേണ്ട. അതുകൊണ്ട് മാത്രമാണ് ഞാനും അവാർഡ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും സംസാരിക്കുന്നു. ഇതെല്ലാം തന്നെ റെക്കോർഡ് ആക്കിയിട്ടുണ്ടായിരുന്ന ജീനാനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. തനിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ന്യൂസ് ഒക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നതും. പിന്നീട് വീണ്ടും ഹൂലിയുടെ പിന്നാലെ പോകുന്ന അവളും സ്ലിപ്പായി വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഹൂലിയും അവളെ പിടിക്കുന്നു. അങ്ങനെ അവർ കാണുന്ന സമയത്തും ഹൂലി അവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും താൻ ഒരു റിപ്പോർട്ടർ ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അവന്റെ ഫാൻ ആണെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് ഹൂലിയും എലിവേറ്ററിൽ കയറി പോകുന്ന സമയത്ത് ജീനാനും പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ പോലും അവളെ കൂട്ടാതെയാണ് അവനും മാനേജറും കൂടി ഒന്നിച്ചു പോകുന്നത്. സോ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുവാനായിട്ട് ജീനാൻ നോക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇന്റർനെറ്റിലും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവളും എന്തുകൊണ്ടായിരിക്കാം ഹൂലി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്നു. ഇപ്പോൾ ജീനാനും ഫ്രണ്ടിനെ കാണുവാനായിട്ട് ഷോപ്പിലേക്ക് എത്തുന്നു. എന്നെ മാഗസിൻകാര് പുറത്താക്കി. കൂടാതെ ഹൂലി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളാകെ തകർന്നിരിക്കുകയായിരുന്നെങ്കിൽ പോലും അവളുടെ ഫ്രണ്ടും അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് രാത്രിയാക്കുന്ന സമയത്ത് അവളും വീട്ടിലേക്കൊക്കെ നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇടിയും മഴയൊക്കെ വരുവാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവളും ആകെ പേടിച്ചു പോവുകയാണ്. കൂടാതെ അവൾ കാരണമാണല്ലോ ഹൂലി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഹൂലി ഒരു പ്രേതമായി വരുമോ എന്ന പേടിയിലാണ് അവൾ ഉള്ളതും. കൂടാതെ അവൾ വീടിന് മുമ്പിലെത്തിയിട്ട് ഡോറൊക്കെ അടയ്ക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഹൂലിയും എത്തുന്നു. ഒരു ഇടിമിന്നലൊക്കെ വരുന്ന സമയത്താണ് ഹൂലിയുടെ മുഖം അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രേതമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവളും അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുകയാണ്.
പിന്നീട് കണ്ണു തുറക്കുന്ന ജീനാന് മുമ്പിൽ ഹൂലിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഹൂലി പ്രേതമായിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഹൂലി ആകട്ടെ അവൻ ആരാണെന്നുള്ള കാര്യം പോലും മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ജീനാനെ അന്വേഷിച്ച് അവൻ വന്നിട്ടുള്ളതും. ആരാണ് ജീനാൻ എന്ന് പോലും അവനും ചോദിക്കുന്നു. സോ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ജീനാനും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ട് അവന്റെ തലക്കടിച്ച് അവനെയും ബോധം കെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കെ പോലീസിനെ കോൾ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ആദ്യം ചിന്നാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോലീസിനെ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ യാങ്ങിന്റെ അടുത്ത് നിന്നും ഒരു കോൾ അവൾക്കും വരുന്നു. അതായത് അവളുടെ വീട്ടിലേക്ക് ഹൂലി കയറി പോകുന്നതൊക്കെ അയാളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നീ പോലീസിനൊന്നും വിളിക്കുവാനായിട്ട് പാടില്ല, ഞാനും എന്ത് ചെയ്യണമെന്നൊക്കെ അറിയിക്കാമെന്ന് യാങ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ അവളും യാങ്ങിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഹൂലിയുടെ ഫ്രണ്ടാണ്. അവരും ആത്മഹത്യ ചെയ്യുവാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ മരിച്ചില്ല. പകരമായിട്ട് തിരിച്ചെത്തി. അതേസമയം അവൻ അവന്റെ മെമ്മറീസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഹൂലി നിന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് അറിയുകയില്ല. എങ്കിലും അവൻ ഇവിടെ നിൽക്കുന്നതാണ് എന്തുകൊണ്ട് സേഫ്. മറ്റാരും തന്നെ അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഇവിടെയാണ് ഉള്ളതെന്ന കാര്യമോ അറിയുവാനായിട്ട് പാടില്ല. നീയും അവനെ സേഫ് ആയിട്ടൊക്കെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റും കുറച്ച് പണവും ഇപ്പോൾ അവൾക്കും അവൻ കൈമാറുന്നു. നിലവിൽ ഹൂലി നിന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഈ പണമൊക്കെ നൽകുന്നത്. 2 ആഴ്ചയും കൂടി കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഞാൻ കൂടുതൽ പണം തരാം. നിന്റെ കടങ്ങളും അതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞുകൊണ്ട് യാങ്ങും മടങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഹുലി കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഹുലിനെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവനും സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് കേട്ട് വന്നിട്ടുണ്ടായിരുന്ന ചീനാനും ഇപ്പോൾ അവന്റെ അടുത്തായിട്ട് കുറച്ച് കള്ളങ്ങളൊക്കെ പറയുന്നു. അതായത് ശരിക്കും ഹൂലി ആരാണെന്നുള്ള ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ജീനാനു ഹൂലിയുടെ പേര് ഷീറ്റാവു എന്നാണെന്നും അതുപോലെ തന്നെ ജീനാന്റെ പേര് മാൻഡാവു എന്നാണെന്നും പറയുന്നു. മാത്രമല്ല അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പറഞ്ഞുകൊണ്ട് അവരുടെ ഫേക്ക് ആയിട്ടുള്ള കുറേയധികം ഫോട്ടോസ് ഒക്കെ കാണിച്ച് ഓരോരോ സന്ദർഭത്തിൽ നമ്മൾ ഇതൊക്കെ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അവളും. അവളും കോളേജിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരാളായിരുന്നുവെന്നും ഒരുപാട് പേര് അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരെ ആരും മൈൻഡ് ചെയ്യാതെ ഹുലിനെ മാത്രമാണ് താൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്നുമൊക്കെയാണ് അവളും പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അവനും നേരത്തെ അവൾ ഫോട്ടോ ഒക്കെ കാണിച്ച സമയത്ത് ആ ഫോട്ടോയിൽ എക്സ്ട്രാ ഒരു കൈയും കൂടി വന്നതിനെ കുറിച്ചൊക്കെ അവളോടും ചോദിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു അവളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു അവൾക്കും. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും അവളും അവനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ്. നേരത്തെ അവനെ തലയ്ക്കൊക്കെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ടായിരുന്നതും ഇപ്പോൾ അവനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നതും അവൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകാതെ അവനും ഇരിക്കുന്നു. അതൊക്കെ പോട്ടെ, ഇപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള രീതിക്ക് ഹുലി ചോദിക്കുമ്പോഴത്തേക്കും നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് നമ്മുടെ ബന്ധമൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നീ എന്നെ വിളിച്ച സമയത്ത് അമ്മ ഫോൺ എടുക്കുകയും ഞാൻ അസുഖമൊക്കെ വന്ന് മരിച്ചു പോയെന്ന് പറയുകയും ചെയ്തു. അതൊക്കെ കേട്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന നീയും നിനക്ക് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നീ വെള്ളത്തിലൊക്കെ ചാടിയത്. പിന്നീട് നീ രക്ഷപ്പെട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ആദ്യം എന്നെ അന്വേഷിച്ചും വന്നു. ഇതായിരുന്നു ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നെന്ന് ജീനാനും അവനോട് പറയുന്നു. എന്തായാലും തന്റെ ആക്ടിങ് കാരണം അവനുമെല്ലാം വിശ്വസിച്ചു എന്നാണ് ജീനാനും കരുതുന്നത്. പക്ഷെ ഈ ഒരു ലവ് സ്റ്റോറിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെയധികം ഓവറായിട്ട് ഹോലിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഹോലിയും ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ജിനനെ കാണുവാനായിട്ട് അവളുടെ എക്സ് ആയിട്ടുള്ള യുവാൻ എത്തുന്നു. അവൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ടായിരുന്നു യുവാൻ എത്തിയതെങ്കിൽ പോലും അവൾക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവനോട് കൂടുതൽ സംസാരിക്കുവാനായിട്ട് നിൽക്കുന്നില്ല. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഡേറ്റ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആയതിനു ശേഷവും ഇങ്ങനെ പിണങ്ങി നടക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നുകൂടെ എന്ന് യുവാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും അതിനെ സമ്മതിക്കുന്നില്ല. മാത്രമല്ല ജീനാനും യുവാനും കൂടി സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഹൂലി കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഹൂലിയും നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവനെ ആയിരുന്നു ഡേറ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഞാൻ ആരാണ് എന്നൊരു ചോദ്യമൊക്കെ അവളോടും ചോദിക്കുന്നു. പക്ഷെ അവൾക്കും മറ്റു ചില കള്ളങ്ങളൊക്കെ ഹൂലിയുടെ അടുത്ത് പറയേണ്ടതായിട്ട് വരികയാണ്. അതായത് അവളുടെ അമ്മ ടീച്ചർ ആയിരുന്നുവെന്നും ആ ടീച്ചർ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ആണ് യുവാൻ എന്നും അങ്ങനെയാണ് ഞങ്ങൾ ഡേറ്റ് ചെയ്തതെന്നും അതേസമയം ഹൂലിയോടുള്ള സ്നേഹം കാരണമായിരുന്നു അവനെ വേണ്ടെന്ന് വെച്ചതെന്നും ഒക്കെ തന്നെ അവൾ പറയുമ്പോഴത്തേക്കും നീ ഇത്രയേറെ ത്യാഗം സഹിച്ചാണ് എന്നെ സ്നേഹിച്ചതെന്നൊന്നും തന്നെ എനിക്ക് അറിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും അവളെ ഹഗ് ചെയ്യുന്നു. എങ്കിൽ പോലും അവനും പൂർണ്ണമായിട്ട് അവളെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഹൂലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എന്റർടൈൻമെന്റ് കമ്പനിയുടെ ചെയർമാനെ കാണിക്കുകയാണ്. ശരിക്കും എന്താണ് ഹൂലിക്ക് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഹൂലി നേരത്തെ എലിവേറ്ററിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഹൂലിയുടെ കൂടെ മാനേജറും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എലിവേറ്ററിൽ കയറിയ സമയത്ത് ഹൂലിയുടെ ഇലക്ട്രിസിറ്റി ഒക്കെ ലീക്കായി പോയിട്ടുണ്ടായിരുന്നു. അതുമൂലം അവിടെ ഒരു ആക്സിഡന്റ് പോലെ ഉണ്ടായി. ഈ ഒരു സമയത്ത് ഷോക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന മാനേജർ ബോധം കെട്ട് പോവുകയും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മാനേജർക്ക് ബോധമില്ലാതാവുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് ശരിക്കും ഹൂലി സൂയിസൈഡ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു എലിവേറ്ററിലെ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു പോകാതെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന രീതിക്ക് ചെയർമാൻ പറയുന്നു. കൂടാതെ ജീനാൻ ആയിരുന്നല്ലോ അന്ന് എലിവേറ്ററിന്റെ വെളിയിലുണ്ടായിരുന്നത്. പക്ഷെ അവൾക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് അന്വേഷിക്കുവാനും ചെയർമാൻ നിൽക്കുന്നില്ല. ഹൂലിനെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന AI സയന്റിസ്റ്റ് ആയിട്ടുള്ള യാങ്ങിനെ ഇപ്പോൾ ചെയർമാൻ കോൾ ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹൂലിനെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ ഇത്രയും കാലം ഒരു മനുഷ്യനെ പോലെയാണ് ജീവിച്ചതെങ്കിൽ പോലും അവനൊരു AI റോബോട്ടാണെന്ന് പുറത്തറിയുകയാണെങ്കിൽ നമുക്കത് വളരെയധികം പ്രശ്നമാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ലീക്കായി തുടങ്ങിയിട്ടുള്ള അവനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന രീതിക്ക് ചെയർമാനും സംസാരിക്കുന്നു. ഹൂലി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം നിന്നു പോവുകയാണ്. അവനും ഒരുപാട് തവണ ജീനാനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവള് കേൾക്കാതെ ആകുമ്പോഴത്തേക്കും അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ഒരു സമയത്ത് ഇലക്ട്രിസിറ്റിയുമായിട്ട് വെള്ളം കോണ്ടാക്റ്റിലൊക്കെ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ അവൻ വീണ്ടും വെള്ളമൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വെള്ളം വരാതെ ആവുകയും ആ വീട്ടിലെ മൊത്തത്തിലുള്ള ഇലക്ട്രിസിറ്റി തന്നെ നിന്നു പോവുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്തായിരുന്നു ജീനാൻ അവനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത്. അവന് കുളിക്കാനായിട്ട് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം തന്നെ ജീനാനാണ്. സോ അങ്ങനെ ജീനാനും അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നുപോയിട്ട് പോലും നിന്റെ പേര് മാത്രം ഓർത്തിരിപ്പുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന രീതിക്ക് അവനും ഓർക്കുന്നു. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഹൂലിയും റെഡി ആയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ജീനാനും അവന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അവൻ എന്തൊരു ഹാൻസം ആണെന്നൊക്കെ അവളും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ അവന് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളും നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അവളങ്ങനെ കഴിക്കുന്നത് കണ്ട് കഴിയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് അവൾ റിച്ച് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവനും ഓർക്കുന്നു. റിച്ച് ആയിട്ടുള്ള ഒരാളുടെ പെരുമാറ്റമൊന്നും ആയിരുന്നില്ല അവളുടെ അടുത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കള്ളമാണെന്ന് അവന് നന്നായി തന്നെ മനസ്സിലാവുകയാണ്. ജീനാന് വർക്കിന് പോകുവാനായിട്ട് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീനാനും ഇപ്പോൾ അവന്റെ കയ്യിൽ ഒരു ഫോണൊക്കെ കൊടുക്കുകയാണ്. ഈ ഒരു ഫോൺ മാത്രമേ നീ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. അതും എന്നെ മാത്രമേ കോൾ ചെയ്യാവൂ. കൂടാതെ ഇവിടെ നിന്നും പുറത്തിറങ്ങുവാനായിട്ട് നീ ഒരിക്കലും ശ്രമിക്കുവാനായിട്ട് പാടില്ല. എന്റെ പേരൻസ് ഇപ്പോഴും നമ്മളെ അന്വേഷിച്ച് നടപ്പുണ്ട്. സോ നീ പുറത്തിറങ്ങുകയാണെങ്കിൽ ആകെ പ്രശ്നമാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പേടിപ്പിക്കുവാനും അവൾ നോക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുനാൾ നീ ശരിക്കും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പേരൻസിന്റെ മനസ്സൊക്കെ മാറുന്നതായിരിക്കുമെന്നും അപ്പോൾ നമുക്ക് സമ്മതം മേടിക്കാമെന്നും അവളും പറയുന്നു. നിലവിൽ പേരൻസിന്റെ സഹായമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിശുക്കിയൊക്കെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ കേബിൾ ടിവിയോ അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഫോണിലെ ഇന്റർനെറ്റോ അങ്ങനെ ഒന്നും തന്നെ റീചാർജ് ചെയ്യുവാനായിട്ടുള്ള നിവൃത്തി അവൾക്ക് ഇല്ല എന്നാണ് അവൾ പറയുന്നത്. അതായത് ഇത് ഏതെങ്കിലും റീചാർജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവന്റെ ശരിക്കുമുള്ള റിയാലിറ്റി അവൻ തന്നെ അറിയുന്നതായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുവാനായിട്ടായിരുന്നു അവളും ശ്രമിച്ചത്. അങ്ങനെ അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും അവളെ കിസ് ചെയ്യുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ അതിന് അനുവദിക്കുന്നില്ല. അവന്റെ ബോഡി വളരെയധികം വീക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് റെസ്റ്റ് ആവശ്യമാണെന്നുള്ള രീതിക്കായിരുന്നു അവൾ സംസാരിച്ചതും. പിന്നീട് അവളും പോകുന്നു. എന്തായാലും അവളുടെ പിന്നാലെ അവളെ ഫോളോ ചെയ്തുകൊണ്ട് അവനും പോവുകയാണ്. അവളൊരു കടയുടെ മുമ്പിലൊക്കെ എത്തുമ്പോഴത്തേക്കും ആ കടയിലെ ഓണറും അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു വിടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവുകയാണ്. അങ്ങനെ അവൾ ഏറ്റവും ഒടുവിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു കോഫി ഷോപ്പിലാണ്. ആ ഒരു കോഫി ഷോപ്പിലാണ് ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്നതെന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു. ഇതേ സമയത്ത് ആരോ പിന്നിൽ നിന്നും അവന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുകയാണ്. അടുത്തതായിട്ട് ഹുലിയുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബേ എന്ന ആക്ടറിനെ കാണിക്കുകയാണ്. അവനും ഇപ്പോൾ ചെയർമാനെ കാണുവാനായിട്ട് എത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് ബേയും ഹുലിനെ കുറിച്ച് ചെയർമാനോടും ചോദിക്കുന്നു. പക്ഷേ ചെയർമാൻ ആകട്ടെ അവൻ സൂയിസൈഡ് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുവാനായിട്ട് പോയത്. അവന്റെ ബോഡി കിട്ടിയില്ല എന്നേ ഉള്ളൂ. എന്നും വെച്ചിട്ട് ഇനി അവൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. പോലീസ് പോലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കാലാവസ്ഥയൊക്കെ വളരെയധികം മോശമായിരുന്നത് കൊണ്ടാണ് അവന്റെ ബോഡി കിട്ടാത്തതെന്ന രീതിക്കും അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പോകുവാനുള്ളതൊക്കെ പോയി. നീ അതൊന്നും തന്നെ കാര്യമാക്കണ്ട. ഹൂലിക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ അവൻ നമ്മുടെ ഒപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ അവന് പകരമായിട്ട് നീ വേണം അതെല്ലാം തന്നെ ചെയ്യുവാൻ. ഹൂലി നമ്മുടെ കമ്പനിയിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു കുറവൊന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഹൂലി എത്രത്തോളം ഫേമസ് ആയിരുന്നോ ആ ഒരു നിലയിലേക്ക് നീ കൂടി എത്തണമെന്ന രീതിക്ക് ചെയർമാനും ബെയോട് സംസാരിക്കുന്നു.
ഹോലി ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബൈക്കും അതുപോലെ തന്നെ അവൻ യൂസ് ചെയ്ത ആ ഒരു വില്ലയും എല്ലാം തന്നെ തനിക്ക് വേണമെന്ന രീതിക്ക് ബെയ് പറയുമ്പോഴത്തേക്കും ചെയർമാനും അത് അവന് കൊടുക്കുവാനായിട്ട് പോലും തയ്യാറാവുകയാണ്. അതുകൂടാതെ ചെയർമാനും ഈഫ എന്നൊരു പെൺകുട്ടിയുടെ കാര്യം കൂടി പറയുന്നു. ഈഫ രഹസ്യമായിട്ട് നാട്ടിലെത്തി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അവളെങ്ങാനും നിന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നീ ആ ഒരു വിവരം എന്നെ അറിയിക്കണമെന്ന് ബെയ്യോട് പറഞ്ഞിട്ട് ബെയ്നെയും ചെയർമാൻ പറഞ്ഞയക്കുന്നു. ഹൂലി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേര് പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതേ സ്ഥലത്തേക്ക് എത്തുകയാണ് ഈഫയും. കൂടാതെ ഈഫയും നേരത്തെ ഹുലിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർക്കുന്നു. അവൾക്ക് ഹുലിനെ ഇഷ്ടമാണെന്നൊക്കെ തുറന്നു പറഞ്ഞ സമയത്ത് അവൾക്ക് പ്രായം വളരെയധികം കുറവായതുകൊണ്ട് തന്നെ എന്താണ് ഇഷ്ടമെന്ന് പോലും അറിയാനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹോലി സംസാരിച്ചത് പോലും. കൂടാതെ ഇപ്പോൾ ഹോലി തിരിച്ചു വരുന്നതും കാത്ത് താൻ ഇരിക്കുകയാണെന്നും കൂടി ഈഫ പറയുന്നു. ഹൂലിയുടെ തലയ്ക്കിട്ട് അടി കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റാരും ആയിരുന്നില്ല. ചീനാന്റെ ഫ്രണ്ട് ആയിരുന്നു. സോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ നിന്നെ ഫോളോ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നുള്ള രീതിക്ക് ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിനോട് പറഞ്ഞു തരാമെന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. തനിക്ക് ആകെ പരിചയമുള്ളത് ജീനാനെ മാത്രമാണ്. അതുകൊണ്ടാണ് ജീനാനെ ഫോളോ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വഴക്ക് കേൾക്കാതിരിക്കുവാനായിട്ട് അവനും കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും ജീനാനും അവന്റെ അടുത്ത് ഇഷ്ടം തോന്നിക്കുകയാണ്. പക്ഷെ അത് തുറന്നു പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് സോങ് എത്തിയിട്ടുണ്ടായിരുന്നത്. സോങ്ങിനെ കണ്ട ഉടനെ തന്നെ ജീനാനും അവനോട് വെളിയിലേക്ക് വരുവാനായിട്ട് പാടില്ല എന്നും ഇപ്പോൾ തന്നെ തിരിച്ചെത്താമെന്നും പറഞ്ഞുകൊണ്ട് സോങ്ങിന്റെ അടുത്തേക്കുമായിട്ട് പോകുന്നു. ഈ സോങ് എന്ന് പറയുന്നത് നേരത്തെ ജീനാന്റെ എക്സ് ആയിട്ടുണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ യുവാൻ. ഈ ഒരു യുവാന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആണ്. സോ ചീനാന്റെ ജോലിയൊക്കെ പോയെന്ന് കണ്ടിട്ട് അതൊക്കെ ഓർത്ത് സന്തോഷിക്കുവാനായിട്ടായിരുന്നു സോങ്ങും എത്തിയത്. കൂടാതെ സോങ്ങും അടുത്ത ദിവസം യുവാന്റെ ബർത്ത്ഡേ ഒക്കെ വരുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കി തരുവാനായിട്ടും അവളുടെ അടുത്തായിട്ട് പറയുന്നു. പക്ഷെ അവളും കേക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് താൻ തയ്യാറല്ല എന്ന രീതിക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവളെ കുറ്റപ്പെടുത്തുവാനായിട്ടൊക്കെ ആയിരുന്നു സോങ്ങും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് ഹൂലി കൂടി അവിടേക്ക് എത്തുന്നു. ഹുലിനെ കാണുമ്പോൾ തന്നെ ഇത് നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണോ? അവന്റെ ഫേസ് ഒന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുലിയുടെ മാസ്ക് ഒക്കെ അഴിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു സോങ്. ഈ ഒരു സമയത്ത് സോങ്ങിനെ തടഞ്ഞുകൊണ്ട് ജീനാൻ നിൽക്കുമ്പോഴത്തേക്കും ജീനാനും അവളുടെ ബാഗിലൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന സോങ്ങും ഇതെനിക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള യുവാൻ മേടിച്ചു തന്ന ഗിഫ്റ്റ് ആണ്. ഇത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബാഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. എന്റെ ബോയ് ഫ്രണ്ട് വളരെയധികം റിച്ച് ആയതുകൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി ഇത് മേടിച്ചു തന്നത്. പക്ഷെ നിന്റെ ബോയ് ഫ്രണ്ടിന് ഇതുപോലെ നിനക്ക് മേടിച്ചു തരുവാനായിട്ട് സാധിക്കുമോ എന്ന രീതിക്കൊക്കെ അവൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇത് ഒറിജിനൽ ബാഗ് ഒന്നും അല്ല, മറിച്ച് ഇത് ഒറിജിനൽ ബാഗിന്റെ ഒരു ചീപ്പ് കോപ്പി മാത്രമാണ്. ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത് ചീപ്പ് കോപ്പിയാണെന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമെന്നും നീ വല്ല കടയിലും പോയിട്ട് സാധനമൊക്കെ മേടിക്കുവാനായിട്ട് മാത്രം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അവളെയും കളിയാക്കി വിടുന്നു.